വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെച്ചാൽ ദ വാൾക്കിംഗ് സോംബി 2ൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ സബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്തില്ല ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ നമ്മൾ ഇന്ന് മുതൽ ലൈക്ക് ടാർഗറ്റ് വെക്കുന്നുണ്ട്. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്കാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്കിൻ്റെ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഇപ്പോൾ നമ്മളിവിടെ പുതിയ മർച്ചൻ്റൊക്കെ വന്നിക്ക് നമുക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതൊക്കെ കുറച്ച് സാധനം ഉണ്ട് ഇവിടുന്ന്. ഇവിടുത്തെ ഇപ്പോൾ എത്ര 3510 സിൽവർ കോയിൻ ഉണ്ട്. കുറേ സാധനമുണ്ട് കൈസ്. ഗണ്ണൊക്കെ ഒന്ന് വാങ്ങാൻ തീരെ പൈസ നല്ല പൈസ ആണോ 5113 റുപ്യൊക്കെ അതിന് സിൽവർ കോയിൻ. പിന്നെ ഷർട്ട് പാൻറ്റ് അതൊക്കെ ഉണ്ട്. ഈ മാസ്കൊക്കെ നമുക്ക് ഒന്ന് വാങ്ങണം. നോക്കട്ടെ വേറെ എന്തൊക്കെ ഏമോ നമുക്ക് കാണണം. ഇതെന്താ ഈ ബ്രൂട്ടൽ ടാബ്ലറ്റ്സോ ആർക്കറിയാം. കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ഇതായിട്ട് കാണാത്തത്. ബാൻഡേജൊക്കെ ആവശ്യമുണ്ടാവും. ഗ്രനേഡ് ഇതൊക്കെ വേണ്ടി വരും. പിന്നെ എന്താ ബോട്ടിൽ ഓഫ് വാട്ടർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച്. ബാൻഡേജൊക്കെ കുറച്ച് നമുക്ക് വാങ്ങാം, കുറച്ചധികം വാങ്ങാം. പിന്നെ ഇതെന്താ ആ ബുക്ക് ഹെൽത്തിൻ്റെ ബയോസെക്യൂരിറ്റി വെസ്റ്റോ ഇത് വാങ്ങാം. ഇനി ബോരിസിനടുത്ത് പോയിട്ടാണ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കി നമുക്ക് ഇതങ്ങ് അടിച്ച് വെറുതെ തട്ടി അങ്ങോട്ടേക്കാം. കണ്ടിന്യൂ അടിച്ചിട്ട് പിക്ചർ ഓഫ് ബോറിസ് വൈഫ് ആവശ്യമാണെന്ന് തോന്നുന്നു. കുറച്ച് സ്കിൽ പോയിൻ്റ് കിട്ടിക്ക്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്കിൽ പോയിൻ്റ് മറ്റേ ഹെൽത്തിലോ എന്തിലെങ്കിലും കയറ്റണം, ഡിഫൻസിലോ. ഇന്നത് ടിപ്പ് ഫൗണ്ട് സ്ക്രാപ്പ് ഓൺലി സോൾഡ് ടു മർച്ചൻ്റ് സോൾഡ് ചെയ്താൽ നല്ല പൈസ ഇട്ടു പൈസ. അപ്പോൾ നല്ല ലോഡായിട്ട് നമ്മൾ കണ്ടിന്യൂ അടിച്ചത് സ്പിൻ ചെയ്തത് റീലോഡ് 15% കുഴപ്പമില്ല. റീലോഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു സമയം പിടിക്കാൻ എടുക്കും. ഡിസ്ട്രോയ് ആൾ ഇൻകമിങ് സോംബീസ്, സെർച്ച് ദ ഫൈൻഡ് ദ ഫോട്ടോ ഓഫ് ടാഞ്ച. ഗൈസ് ഈ ബൈക്ക് എനിക്ക് കാണുമ്പോൾ ഇപ്പോഴും തോന്നുന്നത് ഡേയ്സ് ഗോൺ എന്നറിയാം PC ഗെയിം ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ സോംബിനൊക്കെ അടിച്ചിടുക. ആ ബൈക്ക് എടുത്ത് നമുക്ക് ഈ ഓടിച്ചിട്ട് അടിക്കാൻ പറ്റുമെങ്കിൽ എന്ത് സുഖം കിടിലാണ്. എന്താ കിട്ടിയ ബോട്ടിൽ ഓഫ് വാട്ടറോ ഞാനിത് എന്താ പറന്ന് വരുന്നത്. നമുക്ക് എന്തായാലും ഇവരെ അടിച്ചിട്ടേക്കാം. അടിച്ച് അണ്ണാക്ക് ഉറക്കുക. ഏതാ സെർച്ച് ചെയ്ത ടെൻറ്റോ സെർച്ച് ചെയ്യാൻ. എൻ്റെ സ്റ്റോറിയും കൂടെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്തോ വേണ്ടി. ഇവിടെ എന്തോ സെർച്ച് ചെയ്യാണ്ട് ഗൈസ്. ഇതെന്തെന്നായി എത്ര 100% ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുരൻ്റെ ഉള്ളില്ല ഇവിടെയുള്ള കുറച്ച് സോമ്പിനൊക്കെ നമുക്ക് അടിച്ചിട്ട് ബാൻഡേജ് കിട്ടി ഐസ്. പിന്നെന്തോ ഒരു അയൺ സ്ക്രാപ്പോ എന്തോ കിട്ടി. എന്താ ചവിട്ടിയാൻ കുടിക്കുക അല്ല വെച്ചാൽ നന്നായി ഒളിച്ച് പേടിച്ചു ഞാൻ ഒളിച്ചേക്കാൻ മുപ്പര്. ഇനി ഇവിടെ എന്തോ സെർച്ച് ചെയ്യാണ്ട് ഗൈസ്. ഇങ്ങനെ 100% നേരെ കാത്തിക്കാൻ കുറച്ച് പണിയാണ്. പ്ലേക്ക് സോംബി ഒന്ന് അടിക്കും. പിന്നെ നമുക്ക് അവിടെ എന്താ ഒരു ഇതൊന്നായി മിഷൻ കംപ്ലീറ്റ് ആയി. പിക്ചർ ഓഫ് ബോറിസ് വൈഫ് റിട്ടേൺ ടു സിറ്റി. നമുക്ക് സെൻട്രലിലേക്ക് പോകാം. പെട്രോൾ തീർന്ന അറിയുന്നില്ല കേട്ടോ. ഈ ലോഡിങ് സ്ക്രീൻ കുറച്ച് ലേഖാകുന്നുണ്ട്. ഇത് ബാരലൈസ് യുവർ ഫ്രണ്ട് ഇത് എത്ര ആയി കാണുന്നത്. ലോഡിങ് സ്ക്രീനൊന്ന് മാറ്റിക്കൂടെ കുറച്ചെങ്കിലും. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടിന്യൂ അടിച്ചത്. ഇനി അടുത്ത് നമുക്ക് ബോറിസിനെടുത്ത ട്രേഡറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഇതാക്കാണ്ട് ബോറിസിനോട് ബോറിസ് നമുക്ക് എന്തൊക്കെ നമുക്ക് ഓൾഡ് സപ്ലൈ ഒരു ഹാറ്റ് കിട്ടി. ഓൾഡ് സപ്ലൈസ് അതിന് മുമ്പ് നമുക്ക് സ്കിൽ പോയിൻ്റ് കയറ്റണ്ടേ. നമ്മൾ പേടൊക്കെ ഡിഫൻസ് കയറ്റണോ, കുറച്ച് ഡിഫൻസ് കയറ്റാം, കുറച്ച് ക്രിറ്റിക്കൽ ഹിറ്റും പിന്നെ ഹെൽത്ത് കയറ്റിക്ക് 22 ആക്കി. പിന്നെന്തോ ആയി കുറേ ഉണ്ട്. ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ഇത് ഫുള്ള് കുറേ എന്തൊക്കെ ഉണ്ട്. ഇൻവെൻട്രി ബാൻഡേജ് ഇതൊക്കെ ഇക്യൂപ്പ് ചെയ്യാണ്ട് ഞാൻ നേരത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. പാൻറ്റ് ഇതല്ല അല്ലേ നീല അതന്നെ അല്ലേ തോന്നുന്നു. മറ്റിവിടെ മറ്റേ ഡിഫൻസ് കാണിക്കുന്നുണ്ട്, ഡിഫൻസ് ചെയ്യുന്ന പറഞ്ഞു. നമുക്ക് തന്നെ ഇട്ടേക്കാം നീല. ഇതിലെത്ര 2 ആർമർ പവർ, 4 ഏമൊക്കെ ഇത് 410
മറ്റേ ഇതെന്ത് ടൈമോ ആ നീല അതെനിക്കറിയാലോ എന്തിനാന്ന്. ഷൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ എക്യൂപ്പ് വെച്ച് ഇങ്ങനത്തെ മറ്റേ ബോട്ടിൽ വാട്ടർ കുടിച്ച് കുറച്ച് വെള്ളം കുടിക്കുക. ഇതൊക്കെ മറ്റേ പൈസ കൊടുത്ത് വാങ്ങുന്നത്. ശരിക്കും റിയൽ മണി കൊടുത്തിട്ട് വാങ്ങുന്നത്. അതായത് ഹോൾഡ് ഹൗസിലേക്ക് വിട്ട് ഗൈസ്. ടിപ്പ് ഇങ്ങനത്തെ ലോഡിങ് സ്ക്രീൻ കുറേ ഇതന്നെ കണ്ടന്നെ കാണണം. ഇപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചില്ല ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, സബ് അടിച്ചില്ല ഇപ്പം തന്നെ സബ് ചെയ്യുക. കണ്ടിന്യൂ. എല്ലാ ലോഡിങ് സ്ക്രീനിലും നമ്മളങ്ങനെ പറയും ഡാമേജ് 15. അത് മതി. അതാണ് അത് കിട്ടും നമുക്ക് ലാഭം. വിലക്കടിച്ചിടുക. 7 സോമ്പിനായിട്ട് അടിക്കണം. അടിക്കുക. ഗ്രനേഡ് കിട്ടി ഗൈസ്. ഗ്രനേഡ് എക്യൂപ്പ് ചെയ്യാൻ ആകുന്നില്ല ഗൈസ്. അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കറക്റ്റ്. നമുക്ക് ഹെഡടിച്ച് ഇനി ഇവിടേക്ക് പോകണം. മറ്റേ ലെതർ സ്ക്രാപ്പൊക്കെ കിട്ടി ഗൈസ്. നമുക്കിനി ഇവിടേക്ക് പോകേണ്ടി. ബേരൽ വെറുതെ കിടക്കല്ലേ നമുക്ക് ശരിയാക്കാം. എന്താ യൂസ് നമ്മളങ്ങനെ ഇവിടത്തെ ആ യൂസ് ചെയ്യുമ്പോഴേക്ക് എന്തോ ഇനി ഇവിടെ ചവിട്ടി പിടിക്കാൻ വന്നു. അപ്പോൾ റീലോഡ് ചെയ്യട്ടെ. റീലോഡ് ചെയ്ത് നന്നായി. ഇതെന്താ ഒരു കമ്പ്യൂട്ടറോ? ഇതെന്താ ഹാക്ക് ചെയ്യാനോ? നമുക്ക് ഈ ഡോറ് തുറക്കാനായിരിക്കും. എന്തായാലും നമ്മൾ ഓക്കെ കിട്ടി ആക്സസ് സ്റ്റാൻഡ്. ഇനി ഇവിടെ തുറന്നു. ഇവിടെ നിറച്ച് സോമ്പിയാണല്ലോ. എല്ലാവരും ഉണ്ടല്ലോടാ. ഇതെന്താ സംസ്ഥാന സമ്മേളനമാണോ? തീർന്നില്ലേ എന്നാ ക്രിറ്റിക്കൽ? ഇതൊക്കെ എന്തായി? അടുത്ത ഇവിടെ എന്താ ബുള്ളറ്റോ വേറെന്തോ ആണ്. മറ്റേ ഗ്രനേഡല്ലേ? മിഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് റിട്ടേൺ ടു സിറ്റി അടിക്കുക. വേഗം വുഡ്ലാൻഡിലേക്ക് പോവാം. പെട്രോൾ തീരാനായി. 15 സെറ്റാണുള്ളൂ. 100 15ആയി. നമ്മളിങ്ങനെ മിഷൻ കളിക്കുക. കുറച്ച് പെട്രോളൊക്കെ കിട്ടും. പെട്രോളൊക്കെ ഭയങ്കര ക്ഷാമമാണ്. ഇതൊന്നും ലോഡാവത്തേ. ലോഡായി ഗൈസ്. ഇനി നമുക്ക് ആരടുത്തേക്കോ? എൽഡറിൻ്റെ അടുത്തേക്കോ? വാട്ട് എൽസ്? ടെൽ മീ മോർ. ഓക്കെ മീറ്റ് യു എന്തോ ദാറ്റ് ഈവനിങ്. സംഭവം ഗൈസ് ഒരു കട്ട് സീനിലേക്ക് കൊണ്ടുപോയി നമ്മളാ ഇത് രാത്രിയാന്ന് തോന്നുന്നു. സോംബിറ്റാൻ വന്ന് ഇവനെ തട്ടുമോ എനിക്കറിയാം. സിറ്റ് ഡൗൺ നമ്മളവിടെ കുത്തിരിക്കാൻ പറയുന്നുണ്ട്. സംഭവം എന്തായി? സീരിയസ് പ്രോബ്ലം. എന്താ സീരിയസ് പ്രോബ്ലം? സംഭവം ഇവിടുത്തെ ഇതൊക്കെ തീർന്നു എന്ന് തോന്നുന്നു. ഭക്ഷണം മറ്റേതൊക്കെ ഭക്ഷണം പിന്നെ മറ്റേ ഫ്യൂലില്ലേ പെട്രോൾ അതൊക്കെ തീർന്നു പോയി തോന്നുന്നു. ഫുഡ് വേണ്ടേ അല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിനെ പറ്റിയുള്ള മിഷൻ ആയിരിക്കും ചിലപ്പോൾ. വാട്ടൽസ് അടിച്ച് നമ്മൾ ടെൽ മീ മോർ. അടുത്ത ക്ലിയറിങ് എന്തോ ഫാക്ടറി എന്തോ ഓൾഡ് ഫാക്ടറി നമ്മൾ മറ്റേ ക്ലിയർ ചെയ്തല്ലേ. ഓരോ സാധനങ്ങൾ വിൽക്കാനുണ്ട് തോന്നുന്നു. അതാ ലെതർ സ്ക്രാപ്പ്, അയൺ സ്ക്രാപ്പ്, ഗോൾഡ് സ്ക്രാപ്പ് എന്തൊക്കെ ഉണ്ട് ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് ശരിയാക്കാൻ നോക്കുക ഗൈസ്. നമ്മളിത് വിറ്റ് അടുത്തേതോ ഗ്രനേഡ് വിൽക്കണ്ട. നമുക്ക് എന്താ ഉപകാരം ഉണ്ടാവും? കൈമ കിട്ടുന്നൊക്കെ നമ്മൾ വിൽക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യാനാ? പൈസ ഡിസ്ട്രോയിഡ് ഫാക്ടറിയിൽ തന്നെ ആണല്ലോ. നമ്മൾ കുറേ ഹെൽത്തൊക്കെ മറ്റേ ക്ലിയർ ചെയ്തില്ലേ ഗൈസ്? റെക്കോർഡാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയതായി. റെക്കോർഡാകുന്നുണ്ട്. ഇതും കൂടെ ലോഡാ നല്ല പണിയാണ്. കണ്ടിന്യൂ അടിച്ചു. ഇനി ഇവിടെയാണെന്ന് തോന്നുന്നു. ഇനി നമ്മളെ കളി ഇവിടെ വേറെ ഇട കണ്ടാലും നമുക്ക് തച്ച് കളിക്കണം. ഇതാന്ന് തോന്നുന്നു മറ്റേ ബോംബ് ആണ്. ഇപ്പോഴും ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എക്യൂപ്പ് ചെയ്താൽ ബെൽറ്റിലാ നിങ്ങളെ അവിടെ എന്താ ഇവിടെ ചാവാത്തത്? ഇതെന്താ അൺലിമിറ്റഡ് ലൈഫോ? ഗൈസ് ചാവുന്നില്ല. ബഗ്ഗാണോ? ഇതെന്താ ഇവിടേക്ക് വന്നിട്ടൊന്നും ആവുന്നില്ലല്ലോ. ഗെയിം അടിച്ചോയോ? കില്ല് സോംബി യൂസിങ് ഗ്രനേഡ് വെച്ച് ഇടാനാ മറന്നുപോയി ഗൈസ്. വായിക്കാണ്ട് ഇതാക്കല്. ഇത് ഒന്നങ്ങോട്ട് ടാർഗറ്റ് കൊണ്ട് റെഡി ആകുന്നില്ല.
വെച്ചാൽ ഗ്രനേഡ് ആടെ തൊട്ടാൽ താനെ അങ്ങ് എറിയും. കുറച്ച് അപ്ഡേറ്റ് ആയി. എനിക്ക് ഇന്നത്തെ സോംബി 10 അടിക്കണോ. ഇപ്പോഴും എനിക്ക് ഓർമ്മ തന്നെ ഡേയ്സ് ഗോണ ബൈക്കൊക്കെ എടുത്ത് നമ്മളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് അടിക്കാൻ പറ്റുന്ന എന്ത് സുഖം കിട്ടില്ലാണ്. ഇതൊന്നാ ബാൻഡേജ് ഞാൻ എന്താ പറന്നൊക്കെ വരുന്നു. എനർജി ഡ്രിങ്കൊക്കെ കിട്ടിക്കും. ഇവിടെയുണ്ട് കുറച്ച് സോംബി, നമുക്ക് ഗ്രനേഡ് എറിയാം. അതൊക്കെ ചത്ത് ഗൈസ്. ഞാൻ അടുത്ത് അവിടെ നിന്ന് കുറേ വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കി. ഇനി ക്ലിയർ ദ ഏരിയ ക്ലിയർ ചെയ്യാനോ എന്തോ ആണ് ഗൈസ്. അതോ ബീനൊക്കെ കിട്ടി എന്തോ ഡ്രിങ്ക്. അവിടെയൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ നോക്കാം. സംഭവം ഇവിടെ അടിച്ച് പൊളിക്കുക. കാലം കൊടുക്കുക. വേരൽ തച്ച് വിളിക്കുക. വേരലട കണ്ടാലും നമുക്ക് തച്ച് വിളിക്കണം. ഇനി ഇവിടെ സോംബി ഇവിടെ കുറച്ച് ഗ്രനേഡ് എറിഞ്ഞാലോ നോക്കാം. ഇതിനെ നല്ല തച്ച് ഗ്രനേഡ് എറിയാം. പൊട്ടി. പിന്നെയും കുറച്ച് അപ്ഡേറ്റ് ആയി. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ മറ്റേ പേടിച്ച് ചെയ്യാൻ എന്തെന്നായി പെട്ടെന്ന് താഴേന്ന് ഒരു ചങ്ങായി കയറിയിരുന്നുണ്ട്. അടക്കെ മിഷൻ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇനി അടുത്ത മിഷൻ എന്താ? ഇത് മിഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ റിട്ടേൺ ടു സിറ്റിയിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ എൻ്റർ അടിച്ചിട്ട് പിന്നെ ലോഡ് സ്ക്രീൻ ഇത് എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്തിടാം. കട്ട് ചെയ്ത് കണ്ടിന്യൂ അടിച്ചിട്ട് ഇനി അടുത്തേക്ക് നമ്മൾ പോകണ്ടേ. ഇനി അടുത്തതാ വിഷയം ഫ്രാങ്കിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് തോന്നുന്നു. ഫ്രാങ്കിൻ്റെ അടുത്തേക്കാ കഴിഞ്ഞ് വിഷയം. ഇനി നമുക്ക് 2040 സിൽവർ വേണ്ട കണ്ടിന്യൂ അടിച്ചിട്ട്. പക്ഷേ ഇനി അടുത്തതാ ഡിസ്ട്രക്ഷൻ ഓഫ് മൈൻസ്. ഇനി അതാ കംപ്ലീറ്റ് ആക്കേണ്ടി തോന്നുന്നു. എന്തായാലും നമുക്ക് ഇത് മറ്റേത് വിൽക്കണ്ടേ. ട്രേഡർ എടുത്ത് പോയിട്ട് കുറച്ച് സാധനം കിട്ടിക്കല്ലോ. ഉണ്ടായിനല്ലോ. ഇതൊക്കെ ടാങ്ക് എസ്റ്റേബിൾ ഫ്രം ലെവൽ 4. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ലെവൽ 4 ഇതിനൊക്കെ ഒടുക്കത്തെ വിലയാണ്. ഇത് നമ്മളെ ബേസിക് ഷോപ്പിൽ അതൊന്നും നമുക്ക് വേണ്ട. അത് നമ്മൾ അന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ. പിന്നെ അതിനടുത്ത് ഫ്രാങ്കിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടി. അല്ല നമുക്ക് മിഷൻ തരും. മിഷൻസിനൊന്നും പോകില്ല. നമ്മളെപ്പോഴും ഉണ്ടായില്ല. ചിലപ്പോൾ നമ്മളിവിടെ ട്രസ്റ്റ് നടാനായിരിക്കും. ചിലപ്പോൾ ചിലർക്കൊരു വിശ്വാസം വേണ്ട നമ്മളെ. അതിനായിരിക്കും മിഷനൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ 19 എന്താ അവോയ്ഡ് എൻകൗണ്ടർ എന്തൊക്കെ കൊണ്ട് കാണിക്കുന്നത്. നമ്മളെന്തൊക്കെ പിടിച്ചേക്കി. പിന്നെ ലോഡിങ് സ്ക്രീൻ വിട്ടിട്ട് കളിയില്ലല്ലോ എന്ന് തോന്നി ഗെയിമിൽ. നമ്മൾ പിന്നെയും പറയുന്നത് ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഈ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്ലിയർ ചെയ്യണ്ടേ. ആരൊക്കെയാണെന്ന് വെച്ചാൽ വന്നോട്ട്. നമ്മൾ നെയ്ഡറിന് നമ്മളങ്ങ് പോകും. അതൊക്കെ അത്രയേ ഉള്ളൂ. ബീൻ കിട്ടി ഐസ്. ഇനി അടുത്താരാ വേരൽ തച്ച് വിളിക്കുക. സോംബി സ്കിന്നി എന്തൊക്കെയോ ഉണ്ട്. ഇനി സോംബിനൊക്കെ പേര് കേൾക്കാൻ നല്ല വിറ്റ. ഇനി അടുത്ത് ഇവിടെ പോയിട്ട് എന്തെന്നായി കുറച്ച് അപ്ഡേറ്റ് ചെയ്ത് പിന്നെ അപ്ഡേറ്റ് ആയി. എന്താ തലമണ അടിച്ചുവിട്ടിച്ച്. ഇനി ഇവിടേക്ക് പോകണോ? ഇതെന്തെന്നാ ഒന്നിനും സമ്മതിക്കില്ല സോംബി. ഇവൽക്കാണെങ്കിൽ ഒടുക്കാത്ത സ്പീഡാണ്. പെട്ടെന്ന് ആയിക്കുമോ അടുത്തത്ത് നമുക്ക് സിൽവർ സ്ക്രാപ്പ് കിട്ടി ഐസ്. ഇനി അടുത്ത ഈ പുരയിലേക്ക് കയറാനാ. നമ്മളെന്തായാലും പുരയിലേക്ക് ചവിട്ടിപ്പൊളിച്ച് കയറി. അവിടെ സോംബി പെട്ടെന്ന് കണ്ടാലും പേടിച്ചു പോയി. ഇതാണ് ഈ സോംബിക്ക് അത്ര അങ്ങോട്ട് പവറൊന്നുമില്ല തോന്നുന്നു. പിന്നെ നമ്മൾ കളിച്ചുകൊണ്ട് പോകുന്നതിനനുസരിച്ച് പവർ കൂടുന്നു. ഇതാന്ന് തോന്നുന്നു നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. യു ഫൗണ്ട് ഫുഡ്. ഫുഡും എന്താ വെച്ചാൽ അരിയും പിന്നെ വേറെ എന്തൊക്കെയോ അരിയല്ലേ ചാക്കിലാക്കി വെച്ച്. ഇനി അടുത്തെന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ഫുഡ് സപ്ലൈസ് ആൻഡ് ഗ്യാസ് ഓയിൽ ലൈൻ. തൊള്ളേനും കൂടെ കിട്ടുന്നില്ല. ഗ്യാസ് കണ്ടുപിടിക്കാനാണെന്ന് തോന്നുന്നു. എന്തായാലും അതിന് മുമ്പ് ഈ സോംബിനൊക്കെ അടിച്ചിട്ടെ. ഞാൻ അടുത്തേക്ക് വേണ്ടി ഇതെന്ത് വെറുപ്പിക്കില്ല സോംബി. അവിടേക്ക് ഈ ടാങ്കർ ലോറി മറ്റേ എന്ന് വെച്ചാൽ ഈ ഗ്യാസ് ഓയിൽ എങ്ങനെ എടുക്കാമെന്നാണ് 100% ന്യൂ ഇൻഫോർമേഷൻ. മിഷൻ കംപ്ലീറ്റ് ആയി ഗൈസ്. റിട്ടേൺ ടു സിറ്റി അടിക്കുക. റൈറ്റ് ഗെയിം നമ്മൾ റേറ്റ് ഒന്നും ചെയ്യില്ല. നമ്മൾ 6.8 ലിറ്റർ പെട്രോളേ ഉള്ളൂ ഗൈസ്. ക്ഷാമാണ് പെട്രോളിന്. ടിപ്പ് ഫൗണ്ട് സ്ക്രാപ്പ് ക്യാൻ ബി ഓൺലി സോൾഡ് ദ മെർച്ചൻറ്റ്.
എത്ര വായിച്ച ഞാൻ വായിക്കുന്നത്. ഇനി ഫ്രാങ്കിൻ്റെ അടുത്തല്ലേ ക്വസ്റ്റ്യൻ നോട്ട് കംപ്ലീറ്റ് ഇടോ? ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയില്ലേ? അതെന്തുകൊണ്ട്? എൽഡറിന് എടുത്താ നോ പ്രോബ്ലം. നമ്മൾ എന്തായാലും ഇന്നത്തെ ഇത് മതി, ഈ വീഡിയോയിൽ ഇത്രയൊക്കെ മതി. ഇനി അടുത്ത നമ്മൾ ഇതിപ്പോൾ പാർട്ട് 2 അല്ലേ, പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ ഇനി അടുത്ത മിഷൻസൊക്കെ കളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സ്കിൽ പോയിൻ്റ് ആക്കേണ്ട അപ്ഗ്രേഡ് ചെയ്യാം. റീഡിങ് എന്തൊക്കെ അടിച്ച് ഇവിടെ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലേ. നമുക്ക് മറ്റേ ഇതൊക്കെ എടുക്കാം. അടുത്ത മറ്റേ ഇതിൻ്റെ ബുള്ളറ്റൊക്കെ ആയി തോന്നുന്നു. നമുക്ക് കുറച്ച് പെട്രോൾ കിട്ടി കേസ്, 21.8 ലിറ്റർ എന്തോന്ന് കിട്ടി കേസ്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എക്യൂപ്പ് ചെയ്യണ്ടേ. ഇവിടെ ട്രങ്ക് എന്നൊക്കെ കാണിക്കുന്നത് അതല്ലേ നമ്മൾ മോട്ടോർ ബൈക്ക് 20 km/h അത്രയൊക്കെയുള്ള സ്പീഡ് അത് മതി. പക്ഷെ നമുക്ക് വേറെ ഉണ്ട് ബൈക്ക്, നമുക്ക് സ്വന്തം ഓടിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് സുഖേനും ഓടിച്ച് മെല്ലെ കറങ്ങിപ്പോകാൻ. സിൽവർ സ്ക്രാപ്പ് എന്തൊക്കെ നമ്മൾ എടുത്ത് സെല്ല് ചെയ്യണം മർച്ചൻ്റ് എടുത്തിട്ട്. അടുത്തതെങ്കിൽ എന്താ ഏസീസ് ഹോമോ എന്തൊക്കെ ബാൻഡിറ്റ് ഷെൽട്ടറോ. നമുക്ക് എന്തായാലും ഇവിടെ പോയിട്ട് വിൽക്കാം. കുറച്ച് ചവർ വിൽക്കാനുണ്ട്. ചവറിന് വരെ പൈസ 50. നമുക്ക് ഇത്ര 2340 ഇത് കിട്ടി. 2600 കിട്ടിയ പൈസ നമ്മൾ പാനൊക്കെ എടുത്ത് വിറ്റിക്ക് കൈസ്. ഇനി അടുത്ത ഇവളോടാണ് തോന്നുന്നു. ഇന്നെന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.